ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് മക്രോണിയാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് മക്രോണിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ മക്രോണി ആദ്യമേ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി ചേർത്ത് ഒരു 10-20 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 10-20 മിനിറ്റോളം നമുക്കിതിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം. നമുക്കിത് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ മക്രോണി വേകാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെയും ഒരു അരിപ്പപാത്രത്തിലേക്ക് എടുത്ത് ഊറ്റിയെടുക്കാം. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 10 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് വേണം. 1 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് എടുത്തിട്ടുണ്ട്. ബേസിൽ ലീവ്സും ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനെയും ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. സവോളയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും തക്കാളിയും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിന്റെ ആ പച്ചച്ചുവ മാത്രം മാറിയാൽ മതി. അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്നും വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളകും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 4 മുട്ടയും ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് വേകേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം.
മുട്ട ചേർത്ത ഉടനെ തന്നെ നമുക്ക് മക്കറോണിയും ചേർത്ത് കൊടുക്കണം. എന്നാലേ മക്കറോണിയിൽ മുട്ടയുടെ ആ ടേസ്റ്റും ഇതുമെല്ലാം പിടിക്കത്തുള്ളൂ. അല്ല എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മുട്ട കിടക്കും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ മക്കറോണിയും മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കിടന്ന് നമ്മുടെ മുട്ട വെന്ത് വന്നോളും. നമ്മുടെ മക്രോണിയിൽ മുട്ടയൊക്കെ നന്നായിട്ട് യോജിച്ചു വന്നിട്ടുണ്ട്. അതിൽ ആ മക്രോണിയിൽ ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മക്രോണി ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒറിഗാനോയും ബേസിൽ ലിപ്സും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഒറിഗാനോയും ബേസിൽ ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോയുടെയും ബേസിൽ ലീവ്സിന്റെയും മല്ലിയിലയുടെയും എല്ലാം ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് കഴിക്കാത്തവർക്കും നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ആ ചേർത്ത സമയത്ത് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് മുട്ട ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ മൊസറല്ല ചീസ് ഒഴിവാക്കുന്നവർക്ക് അത് ചേർക്കാതെ ഈ ടൈമിൽ നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ്. മൊസറല്ല ചീസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ എഗ്ഗ് മക്രോണി റെഡിയായി. പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നമുക്കിതുപോലെ മക്രോണി റെഡിയാക്കി വെക്കാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു എഗ്ഗ് മക്രോണിയാണ് ഇത്. നല്ല ടേസ്റ്റിയായ എഗ്ഗ് മക്രോണിയാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്